ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെയും കാണണേ. നമ്മൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഇന്ന് എനിക്ക് ഓഫീസിൽ പോകണ്ട, അപ്പോൾ വീട്ടിലും നമുക്ക് പുറത്ത് പോകണതുകൊണ്ട് പുറത്തുമായിട്ടുള്ളൊരു ദിവസമാണ് ഇന്നത്തെ. പോകാനായിട്ട് റെഡി ആവുകയാണേ. ഞാൻ ഈ ഒരു ടോപ്പാണ് ഇട്ടേക്കുന്നത്, കണ്ടോ. ഇതൊരു മിഡി ഡ്രസ്സ് പോലത്തെ ടോപ്പാണ്. അജിയോലൊക്കെ ഉണ്ട്, ഞാൻ തന്നെ കുറേ പേരിട്ട് കണ്ടിട്ടുണ്ട്. വെരി കോമൺ ഡ്രസ്സ്. ഈ മീഷോന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരേപോലെ ഇരിക്കത്തില്ലേ, സ്റ്റുഡിയോ എന്നൊക്കെ വായിക്കുമ്പോൾ, അതുപോലെയാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ കാര്യം. ഒരു 10 പേരെടുത്ത് 5 പേർക്കുണ്ടാവും. എന്നാലും കുഴപ്പമില്ല, നമ്മളിതിടും. ഇന്ന് പ്രത്യേകിച്ച് ഒരു മേക്കപ്പും ഇല്ല. മഴ ആയതുകൊണ്ട് ഞാൻ എപ്പോൾ ഐലൈനർ എഴുതിയിട്ട് ഹെൽമെറ്റ് വെച്ചാലും കാട്ടുമാക്കാനെ പോലെ ആവാറുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് മുടി ചെയ്യുന്നു, ഇവിടെ ഒരു പൊട്ട് വയ്ക്കുന്നു, ഇച്ചിരി ഭംഗിക്കൊരു ലിപ്സ്റ്റിക്കും ഇടാം, അത് മതി. അതേ ഉള്ളൂ ഇന്ന്. പിന്നെ ഈ ചുരുണ്ട മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ഇങ്ങനത്തെ വൈഡ് ആംഗിൾ ടൂത്ത് ഉള്ള ബ്രഷ് എടുത്താൽ, അതായത് അകൽച്ചയുള്ള പല്ലുള്ള ചീപ്പ് എടുത്താൽ നല്ലതാണ്. മുടിയൊന്നും പെട്ടെന്ന് അങ്ങനെ പൊട്ടത്തില്ല. ഓക്കെ, പുറത്തുനിന്നാണ് ഞാൻ സാധാരണ ചെയ്യാറ്. അതായത് മുടി കൊഴിച്ചിൽ തീരെ ഇല്ലാത്തത് കൊണ്ട് ഇവിടെയൊക്കെ മുടിയാവും, അതുകൊണ്ട് പുറത്തുനിന്നാണ് ചെയ്യാറ്. പക്ഷെ ഇന്നിപ്പോൾ ഞാൻ ഇവിടുന്ന് ചെയ്യുക. മഴ എപ്പോഴാണ് പെയ്യണേ പെയ്യാത്തതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പം കാട്ടുമാക്കാനാവുന്നതിനേക്കാളും നല്ലത് കാറല്ലേ. അവിടെ ഒരാൾ കുളിക്കുമ്പോൾ പാട്ട് പാടും. കാറല്ലേ. ഇവിടെ കണ്ടോ, ഈ ഭാഗത്തൊക്കെ ഇപ്പം മുടി നല്ലോണം പോകുന്നുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ എടുത്താലും ഇവിടെ ഗ്യാപ്പ് ഫീൽ ചെയ്യും. അപ്പം ജസ്റ്റ് ഈ ഫ്രണ്ട് പാർട്ടീഷൻ ചുമ്മാ ഇങ്ങനെ എടുത്തിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ ബാക്കിലേക്ക് ആക്കും. അപ്പോഴത്തേക്ക് ഇവിടെ നമ്മളൊരു എന്താ പറയുന്നത്, ഒരു വകച്ചിലെടുത്ത പോലെ ഇരിക്കും. ആക്ച്വലി അത് വകച്ചിലല്ല, മുടി പോയതാണ്. പക്ഷേ ചുമ്മാ ഒരു നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് അവിടുന്ന് കുറച്ചിങ്ങനെ മാറ്റിയെടുത്ത് ജസ്റ്റ് ഒരു ലോ പോണി, ഹാഫ് പോണി, ലോ പോണി അല്ല ഹാഫ് പോണി കിട്ടും. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ ഹെയർ സ്റ്റൈൽ. മുടി മൊത്തം പോയതുകൊണ്ട് പിന്നെ ഒരു ഭംഗിക്ക് അവിടെ നിന്ന് ഇവിടുന്ന് ഇതിങ്ങനെ വലിച്ചിടും. ഇപ്പുറത്തുമുണ്ട്, ഇതിങ്ങനെ വലിച്ചിടും. ഇത്രേ ഉള്ളൂ നമ്മുടെ ഹെയർ സ്റ്റൈൽ. വെറും ഈസി, ഭയങ്കര ഈസി. ഇവിടെ ഒരു എന്താ നമ്മുടെ ബുഷും കൂടി ഇട്ടാൽ, അല്ലെങ്കിൽ പുഴു എങ്ങനെയും പറയും, അതും കൂടി ഇട്ടാൽ സെറ്റ്. ബുഷ് എടുത്തിട്ട് വരാം. എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണെങ്കിലും ഈ പൗഡർ വിട്ട് എനിക്കൊരു കളിയില്ല. ഈ പൗഡർ ഇട്ടില്ലെങ്കിൽ എനിക്ക് എന്തോ ഭയങ്കര ഒരു കോൺഫിഡൻസ് കുറവ് പോലെയാണ്. ഇതിപ്പോൾ ഇടുന്ന ആൾക്കാരൊക്കെ കുറവായിരിക്കും, പക്ഷേ എനിക്കിഷ്ടമാണ് പൗഡറിനെ. കണ്ടോ, എൻ്റെ ഒരു ഓയിലി സ്കിന്നായതുകൊണ്ട് ഈ എണ്ണമയൊക്കെ തോന്നും. അത് ഈ പൗഡർ ഇടുമ്പോഴത്തേക്കും കുറച്ച് മാറുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സൗണ്ടുകളൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യണം കേട്ടോ. വേറെ ഒന്നുമല്ല, എനിക്ക് മൈക്കൊന്നുമില്ല. ഞാൻ ഉള്ള സൗണ്ടിൽ മാക്സിമം ഒച്ചയിൽ വർത്താനം പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് കേൾക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിവിടെ ഒരു പൊട്ടും വെച്ച് ലിപ്സ്റ്റിക്കും ഇട്ടാൽ ഓവർ ലുക്ക് ഓവർ. എന്നിട്ട് നമുക്ക് പോവാം. ജസ്റ്റ് ലിപ് ബാമും ലിപ്സ്റ്റിക്കും. ഇത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ലിപ് ബാമ്, ഇത് നൈക്കയുടെ ഡിയർ ഡോക്ക് എന്ന് പറയുന്ന ഷെയ്ഡ്. ഇത്രേ ഉള്ളൂ. ഇത് ഞാൻ ഭയങ്കര ഒരു ലിപ്സ്റ്റിക് അഡിക്റ്റോ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് വലിയ ധാരണയൊന്നും എനിക്കില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കും, കൊള്ളാമെങ്കിൽ ഇടും, അത്രേ ഉള്ളൂ. അതും ലിപ്സ്റ്റിക്ക് ഞാൻ ഭയങ്കര ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര അടിപൊളിയായിട്ട് എടുത്തൊന്നുമില്ല. ജസ്റ്റ് ഇതേ 1 2 3 4 5 6 ഡോട്ട് അപ്പർ ലിപ്പിലും ലോവർ ലിപ്പിലും ഇട്ടിട്ട് ഇങ്ങനെ കൈ കണ്ട് ബ്ലെൻഡ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. എൻ്റെ ലുക്ക് കഴിഞ്ഞു. ഞാൻ ഇങ്ങനെയാണ് ഒരുങ്ങുന്നത് പൊതുവെ. പണ്ടൊക്കെ ആയിരുന്നു കുറേയും കൂടെ ഐബ്രോസ് വരയ്ക്കുന്നു, കണ്ണൊക്കെ എഴുതുന്നു. ഇപ്പം എന്തോ എനിക്ക് അതിനുള്ള മൂഡൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയാണ് എൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയി. കണ്ടോ, ഇനി നമുക്ക് പോവാം. നമ്മളിത് ഇറങ്ങാൻ പോവാണ്. ചേർത്തലയിലാണ് നമ്മൾ പോകുന്നത്. നമുക്കിവിടെ ചെമ്മനാരിയിൽ നിന്ന് കടത്തുണ്ട്, മണപ്പുറം ചെമ്മനാരി. ആ കടത്താണ് നമുക്ക് ഏറ്റവും ഈസി. വൈക്കത്തുനിന്ന് പോകുന്നതിനേക്കാളും അക്കരയ്ക്ക് പോകാനായിട്ട് നമുക്ക് ഇതാണ് എളുപ്പം. അപ്പോൾ പോകുമ്പോൾ കാണാം. ഞങ്ങൾ നേരെ പിന്നെ ബോട്ടിയെട്ടിയിലേക്കാണ് പോയത്. വീടിൻ്റെ അടുത്ത് തന്നെ ബോട്ടിയെട്ടിയുണ്ട്. അപ്പോൾ പോകുന്ന വഴി നമ്മുടെ ചെമ്മനാഗിരിയുടെ ഭംഗി നിങ്ങൾ ആസ്വദിക്കുക ഗൈസ്. അപ്പുറം ഇപ്പുറം എവിടെ നോക്കിയാലും പച്ചപ്പാണ്. ഇവിടുന്ന് മണപ്പുറം അതേപോലെ ചെമ്മനാഗിരി കടത്താണുള്ളത്. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ബോട്ടിൻ്റെ പാട്ടിന് പോയി. ഇനി ഇത് പോയിട്ട് തിരിച്ചു വരണം. വേറെ ബോട്ട് വരും. ബോട്ട് പോയി.
ഇനി വെയിറ്റ് ചെയ്യണം. അത് ഇപ്പോൾ ഒരു സൂത്രം കാണിച്ചു തരാവേ. ഇത് ഞാനിപ്പോൾ ഈ സൂം ഇൻ ചെയ്യുന്നത് കണ്ടോ, അത് പാലമാണ്. നേരേക്കടവിൽ നിന്ന് മാക്കേക്കടവിലേക്കുള്ള പാലമാണ്. ഈ പാലം വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈക്കത്തു നിന്നൊക്കെ അക്കരയിലേക്ക് പോകാനായിട്ട് ഭയങ്കര എളുപ്പമായിരിക്കും. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലോട്ട് പോകാനായിട്ട് ആ ഒരൊറ്റ പാലം വന്നാൽ നമുക്ക് ഈ ബോട്ടൊന്നും കാത്തു നിൽക്കണ്ട. അങ്ങനെ അതേ നമ്മുടെ ബോട്ട് വന്നു. ഞങ്ങൾ ബോട്ടിൽ കയറി. 2 ബോട്ടാണ് ഉള്ളത്. ഇതിൽ കൂടെ പോയാൽ നമുക്ക് പെട്ടെന്ന് അക്കരെ ചെല്ലാം. ചേട്ടന്മാർ ദേ അവിടെ മീനെന്തോ പിടിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ പോയത്, രാവിലെ പ്രത്യേകിച്ചൊന്നും കഴിക്കാത്തത് കൊണ്ട് ദോശ കഴിക്കാനായിരുന്നു. അവിടെ ആ ഹൈവേയിൽ കണ്ടതിൽ ഏതോ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി ദോശ കഴിച്ചു. ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ്. നമ്മുടെ ആ ബോട്ടിയുടെ അടുത്ത് തന്നെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു. ഇതിൽ പൂവുണ്ടാവും ഈ ചെടിയിൽ, അതിൽ തേനുണ്ടാവും. ഞാൻ 10ാം ക്ലാസ് വരെയും പഠിച്ച സ്കൂളിൻ്റെ അടുത്താണ് ഈ ഒരു ബോട്ടിയൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ ഒരു പോസ്റ്റ് ഓഫീസ്, ഒരു പഴയ ബിൽഡിങ്ങിൽ ഒരു പോസ്റ്റ് ഓഫീസും അതിൻ്റെ തൊട്ടടുത്തൊരു കടയും അവിടുത്തെ നാരങ്ങ വെള്ളമൊക്കെ ആയിരുന്നു എനിക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഒരു വിൻറ്റേജ് വൈബായിരുന്നു. കുറച്ച് പഴമ തോന്നിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്കത് കൂടുതലായിട്ട് ഇഷ്ടമാവും. നമ്മളൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവുമേ. പിന്നെ ഞാൻ ആ ബിൽഡിങ്ങിൽ കൂടെയൊക്കെ നടന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അങ്ങനെ ഞങ്ങളിന്ന് പോയിട്ട് വന്നു. ഇനിയിപ്പോൾ ഈ ഡേയിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ക്ഷീണിച്ചു. ഇനിയിപ്പോൾ വിളക്ക് എത്തിക്കും, ഇച്ചിരി നേരം ഫോൺ നോക്കിയിരിക്കും, കിടന്നുറങ്ങും, അത്രേ ഉണ്ടാവുള്ളൂ. അപ്പം അതെടുക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ടെങ്കിൽ നമുക്ക് ഇനിയും വീഡിയോയിൽ കാണാം. ഇല്ലെങ്കിൽ ബൈ. Keep supporting, guys.